പത്മനാഭന്റെ മണ്ണാണ് തിരുവനന്തപുരം. തിരുവിതാംകൂറിലെ ജനങ്ങളെ പത്മനാഭ ദാസന്മാരെന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. എല്ലാം തീരുമാനിച്ചിരുന്നത് രാജാക്കന്മാരായിരുന്നു. അതിനാൽ ഏറെക്കുറെ എല്ലാ പ്രജകളും രാജഭക്തരായിരുന്നു. കൊല്ലിനും കൊലയ്ക്കുമൊക്കെ അധികാരമുണ്ടായിരുന്നു രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും. കാലം ഏറെ കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്ത് രാജഭരണം മാറി, കാലം മാറി, കഥ മാറി. രാജാക്കന്മാർ സാധാരണക്കാരായി എന്നു പറഞ്ഞാൽ രാജഭരണം അവസാനിച്ചു എന്ന് ന്യായം. ജനാധിപത്യം വന്നെങ്കിലും പിന്നെയും ഏറെക്കാലം രാജഭക്തി നിലനിന്നിടം കൂടിയായിരുന്നു തിരുവനന്തപുരം. പത്മനാഭന്റെ ചക്രം വാങ്ങിയിരുന്നവരായിരുന്നല്ലോ പത്മനാഭ ദാസന്മാർ. രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും പത്മനാഭന്റെ ചക്രവും പത്മനാഭ ദാസരും തുടർന്നു, കാലം മാറിയതറിയാതെ. എന്തിനാണ് ഇത്രയൊക്കെ ചരിത്രം പറയുന്നതെന്ന് ഒരു നിമിഷം നിങ്ങൾ സംശയിച്ചേക്കാം. ശരിയാണ്, ആ സംശയം ന്യായവുമാണ്. അനന്തപുരം എന്ന പത്മനാഭന്റെ നാടിപ്പോൾ ആര്യാപുരമായതിനെ കുറിച്ച് പറയാനാണ് ഇത്രയും ചരിത്രം പറഞ്ഞത്. ആര്യ രാജേന്ദ്രൻ എന്നൊരു യുവറാണിയാണ് ഇപ്പോൾ അനന്തപുരി ഭരിക്കുന്നത്. കാലം അവരെ ഏൽപ്പിച്ചത് ചരിത്രം തിരുത്തി എഴുതാനുള്ള ദൗത്യമാണെന്നൊക്കെയാണ് പാണന്മാർ പാടി പുകഴ്ത്തിയിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, അതാണ് ആര്യയുടെ പ്രസക്തി. CPMന്റെ പരീക്ഷണമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണയന്ത്രം തിരിക്കാനുള്ള ചുമതല. കൗൺസിലർമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആര്യ രാജേന്ദ്രനെ മേയറാക്കി അവരോധിക്കാനുള്ള തീരുമാനം. SFIയിൽ നിന്നും നേരെ മേയർ കുപ്പായത്തിലേക്കുള്ള വഴിമാറ്റം ആരെയും അസൂയപ്പെടുത്തുന്നതായിരുന്നു. അതുവരെ മേയർ കസേരയിലേക്ക് നോട്ടമിട്ട് നിരവധി പേർ നീക്കം നടത്തിയപ്പോൾ ചിത്രത്തിലില്ലാതിരുന്ന ഒരു നായർ യുവതിയെ മേയറാക്കി CPM നേതൃത്വം മാതൃകയായെന്നാണ് പിന്നാമ്പുറ സംസാരം. CPM ഈ വർഷകാല സമ്മേളനത്തിൽ തിരുവനന്തപുരത്തിന്റെ പേര് മാറ്റും, ആര്യാപുരം എന്നാക്കി മാറ്റും. ആര്യദാസന്മാരായി ഈ നാട്ടിലുള്ളവർ ശിഷ്ടകാലം അറിയപ്പെടുമെന്ന പ്രഖ്യാപനം ഉടനെ ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പോലീസിനെ നിയന്ത്രിക്കാനും നിയമിക്കാനുമുള്ള അധികാരം ഇനി മേയർക്കായിരിക്കുമെന്നും നിയമം പാസാക്കും. തിരുവായ്ക്ക് എതിർവായില്ലെന്ന കാലം വരുമത്രേ. മേയർ ആര്യ രാജേന്ദ്രൻ പലവിധ വിവാദങ്ങളിൽ അകപ്പെടുന്നതാണ് പത്മനാഭദാസന്മാർ വർത്തമാനകാലത്തെ കാഴ്ചകൾ. SAT ആശുപത്രിയിൽ താൽക്കാലിക നിയമന വിഷയത്തിൽ മേയറുടെ കള്ള ഒപ്പിട്ട് കത്ത് നൽകിയെന്ന വിവാദത്തിൽ അന്വേഷണം നടത്തുന്നത് ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല. ആര്യ രാജേന്ദ്രൻ ആര്യാർത്ഥത്തിലെ മേയറായിരിക്കെ സഹപ്രവർത്തകനും ബാലുശ്ശേരി MLAയുമായ സച്ചിൻ ദേവിനെ പാണിഗ്രഹം ചെയ്തു. ഇതോടെ ആര്യയുടെ രാഷ്ട്രീയ പിൻബലം ശക്തി പ്രാപിച്ചു. മേയർ ശക്തി ഒന്ന് പരീക്ഷിച്ചു നോക്കിയത് കഴിഞ്ഞ ദിവസമാണ്. തിരുവനന്തപുരം പട്ടം മുതൽ പട്ടണഭാഗത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. സ്വകാര്യ വാഹനത്തിലായിരുന്നതിനാൽ മാലോകരാരും തന്നെ തിരിച്ചറിയുന്നില്ല എന്നൊരു സംശയം ആര്യ മേയർക്കുണ്ടായി. മേയറും MLAയും, അതും ഭരണകക്ഷിയുടെ MLA, കടന്നു പോകുന്നത് തിരിച്ചറിയാത്ത തെണ്ടി പലിശകൾ ആരെവിടെ? മേയർ ഉച്ചത്തിൽ ചോദിച്ചു. ഒരു KSRTC ബസ് തന്റെ മുന്നിൽ സൈഡ് തരാതെ പോകുന്നു. അധികാരത്തിന്റെ മത്തു പിടിച്ച മേയർ പിന്നെ ഒന്നും ആലോചിച്ചില്ല. കാർ ബസിന്റെ മുന്നിലേക്ക് ഇരച്ചു കയറി വന്നു നിർത്തി. KSRTC ബസ് ഓടിച്ചയാൾക്ക് നേരെ മേയറും ഭർത്താവായ MLAയും ആക്രോശിക്കുന്നു. തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്ന KSRTC ബസ് മേയറും സംഘവും തടഞ്ഞു നിർത്തി. ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി. തന്റെ അച്ഛന്റെ വകയല്ല നിരത്തെന്ന് വ്യക്തമാക്കാനുള്ള ശ്രമത്തിലായിരുന്നു മേയർ. ഇതിനിടയിൽ യാത്രക്കാരെ ഇറക്കിവിട്ട് ജനകീയത നിലനിർത്താനുള്ള ശ്രമത്തിലായിരുന്നു MLA. ഒടുവിൽ ഡ്രൈവർ ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ചുവെന്ന ആരോപണവുമായാണ് മേയർ പോലീസിന് മുന്നിൽ എത്തിയത്. മേയർ ഭീഷണിപ്പെടുത്തിയെന്ന ഡ്രൈവറുടെ പരാതി ആരും കേട്ടില്ല. ഡ്രൈവർ ആംഗ്യം കാട്ടിയത് എങ്ങനെ, എപ്പോൾ, ഇതിൽ സത്യമുണ്ടോ ഒന്നും പോലീസ് അന്വേഷിച്ചില്ല. ഈഗോയാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനമെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. KSRTC ഡ്രൈവർക്കെതിരെ കേസെടുത്ത പോലീസ് മേയർക്കും MLAയ്ക്കും ക്ലീൻ ചീറ്റ് കൊടുത്തു. മേയറുടെ നടപടിയിൽ തെറ്റുണ്ടായിരുന്നുവെന്ന് വ്യക്തമായതോടെ വിഷയം മാറ്റി. ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ചെന്നാണ് മേയറുടെ ആരോപണം. KSRTC ബസ് തടഞ്ഞിട്ട് യാത്രക്കാരെ ഇറക്കിവിട്ടത് തെറ്റില്ലെന്ന് CPM ഇന്നലെ തന്നെ കണ്ടെത്തിയിരുന്നു. പാർട്ടി പോലീസും കോടതിയും കാര്യങ്ങളിൽ തീരുമാനമുണ്ടാക്കിയിട്ടുണ്ട്. ഇനി പോലീസിനൊന്നും ഒരു റോളുമില്ല.
ഡ്രൈവറുടെ പരാതിയിൽ ആര്യാപുരത്തെ ഭരണാധികാരിക്കെതിരെ കേസെടുക്കാൻ പറ്റില്ലല്ലോ. ആര്യാവർത്തം എന്നാൽ ആര്യന്മാർ താമസിക്കുന്നിടം എന്നാണല്ലോ. ആര്യാവർത്തത്തിലേക്ക് പോലീസിനോ ആർക്കും കടന്നു ചെല്ലാൻ കഴിയില്ലെന്നാണ് വെപ്പ്. ഇത് പഴയ ആര്യാവർത്തമല്ലെന്നും അഹങ്കാരത്തിനും തൻ പ്രമാണിത്വത്തിനും അധികാരം നിലനിർത്താനുള്ള ശക്തി ഉണ്ടാവില്ലെന്നും ആര്യ രാജേന്ദ്രൻ തിരിച്ചറിയും. അവിടെ വരെ മാത്രമേ ഈ നാടകത്തിന് പ്രസക്തിയുള്ളൂ.